Hello friends, welcome back to Technique Malayalam. In നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു അഫോർഡബിൾ ഡിവൈസ് ആണ് 5G ഡിവൈസ് ആണ്. അപ്പോൾ ഇതിന്റെ പേര് തന്നെ ലോർഡ് ഓഫ് 5G. അതായത് 10000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല അഫോർഡബിൾ 5G ഡിവൈസ് ഇതുണ്ടല്ലേ, ബോക്സിനുണ്ടല്ലേ, ലോർഡ് ഓഫ് 5G എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസിന്റെ പേരാണ് ലാവ ബ്ലേസ് 2. അപ്പോൾ കംപ്ലീറ്റ്ലി ഇന്ത്യൻ ബ്രാൻഡായ ലാവയുടെ മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് ലോർഡ് ഓഫ് 5G എന്ന് വിശേഷിപ്പിക്കുന്ന ലാവ ബ്ലേസ് 2. അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിങ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല രസകരമായ ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ നല്ല സ്റ്റൈലിഷ് ലുക്കും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ലോർഡ് ഓഫ് 5G എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന കമ്പനി. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറയാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇട്ടിരിക്കുന്ന ബോക്സ്. അപ്പോൾ നമുക്കിത് തുറക്കുമ്പോൾ തന്നെ ഉണ്ടോ ഒരു റിംഗ് ലൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനകത്തൊരു റിംഗ് ലൈറ്റ് ഉണ്ട്, ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് റിംഗ് ലൈറ്റ്. അപ്പോൾ അത് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടില്ലേ റിംഗ് ലൈറ്റ് ഗ്ലോ ചെയ്യുന്ന ഒരു റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഡിവൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അതുണ്ടോ ഇവിടെയാണ് നമുക്ക് ഡിവൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് ഒരു മീഡിയ ബോക്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകതകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ബോക്സ് ആണ്. ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് റിംഗ് ലൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കാം. ഇതൊരു ആക്ച്വൽ ബോക്സിലേക്ക് വരാം. ഇതാണ് ലാവ ബ്ലേസ് 2 5G. അപ്പോൾ ഇതാണ് ബ്ലേസ് 2 5G ഫ്രം ലാവ. അതുണ്ട് 6GB റാമും 120GB സ്റ്റോറേജ് ആണ്. ഒരു 4GB റാം വേരിയൻറ്റും ഉണ്ട്. അത് കുറച്ചുകൂടെ ബഡ്ജറ്റാണ്. അതാണ് 10000 രൂപയ്ക്ക് താഴെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 6GB റാം വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതുണ്ട് റിംഗ് ലൈറ്റ് ഉണ്ട്. 3 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. ഒരു പേർപ്പിൾ ഷെയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. 6+6GB അതായത് എക്സ്റ്റെൻഡഡ് റാം ആണ്. UFS 2.2 സ്റ്റോറേജ്. ഡിമെൻസിറ്റി 6020 ആണ്. നല്ലൊരു ബഡ്ജറ്റ് ഒരു എൻട്രി ലെവൽ ചിപ്പാണ്. 50 മെഗാപിക്സൽ AI റിയർ ക്യാമറ, 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 90 ഹെർട്സ് പഞ്ച് ഹോൾ HD+ ഡിസ്പ്ലേ ആണ്. 18 വാട്ട്സ് ചാർജിങ് ആണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്ട് ക്ലീൻ Android 13 OS ആണ്. അപ്ഗ്രേഡബിൾ ടു 14 ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ റിംഗ് ലൈറ്റ്, പ്രീമിയം ഗ്ലാസ് ബാക്ക്. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ആണ്. പിന്നെ ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പലരും ചോദിക്കുന്നതാണ് കോൾ റെക്കോർഡിംഗ് ഉണ്ടോ, കോൾ റെക്കോർഡിംഗ് വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അനോണിമസ് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടി വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്കുമാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ എന്താ പറയുക, കംപ്ലീറ്റ്ലി ഇന്ത്യൻ ബ്രാൻഡാണെന്നുള്ള വിശേഷമുണ്ട് ഇതിനകത്ത്. പിന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ പ്രൗഡ്ലി ഇന്ത്യൻ എന്ന് എഴുതി കണ്ടില്ലേ, അതാണ് ലാവേൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു സ്മോൾ കേസാണ്. ഇതിനകത്ത് നമുക്ക് സിം ഇജക്റ്റ് പിന്നെ വരുന്നത്. പിന്നെ ഒരു കേസ് ഉണ്ട് അല്ലേ, അതിനകത്തൊരു നല്ല കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതുണ്ടല്ലേ വിത്തിൻ 24 hours ഫ്രീ സർവീസ് അറ്റ് ഹോം ഗ്യാരണ്ടിയാണ് പറയുന്നത്. ഉണ്ടല്ലേ അഗ്നി, ബ്ലേസ് ആൻഡ് യുവ സ്മാർട്ട് ഫോൺ കസ്റ്റമേഴ്സിന് പാൻ ഇന്ത്യ സർവീസ് കവറേജ് ഉണ്ട്. അതിനൊപ്പം തന്നെ പ്രയോറിറ്റി സർവീസ് അറ്റ് ഹോം എന്നുണ്ട്. പിന്നെ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇതിനകത്താണ് സിം ഇജക്റ്റ്. പിന്നെ അതിനൊപ്പം തന്നെ ചാർജിങ് കേബിളും ഒരു അഡാപ്റ്ററാണ്. ഇത് 18 വാട്ട് അഡാപ്റ്ററാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ 18 വാട്ട് അഡാപ്റ്ററാണ് ഇതിനകത്ത് സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് ലാവ ബ്ലേസ് 2 5G എന്ന് പറഞ്ഞ ഡിവൈസ്. ഇതുണ്ട് റിംഗ് ലൈറ്റ് ഉണ്ട്. ഇവിടെ നമുക്കൊരു റിംഗ് ഉണ്ട്. ആ റിംഗിനകത്തൊരു ലൈറ്റും ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും ഒരു VGA സെൻസറുമാണ്. പിന്നെ ഒരു LED ഫ്ലാഷാണ്, AI ക്യാമറ. ഇത് കംപ്ലീറ്റ്ലി ഗ്ലാസ് ഫിനിഷാണ്. കണ്ടില്ലേ, നല്ലൊരു സ്റ്റൈലിഷ് ഗ്ലാസ് ഫിനിഷാണ് ലാവ 5G എന്നാണ്. അപ്പോൾ സ്റ്റൈലിൻ്റെ ആസ്പെക്റ്റിൽ നല്ലൊരു കിഡിലൻ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പൊതുവേ നമ്മൾ കാണുന്ന ഡിവൈസൊന്നും അത്ര ഒരു സ്റ്റൈലില്ല. അപ്പോൾ അതിന് ഒരു വ്യത്യസ്തമായിട്ടാണ് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. അതിനൊപ്പം തന്നെ റിംഗ് ലൈറ്റിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്റ്റ്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഇവിടെ സൈഡിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ കാണുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനറും വോളിയം ബട്ടണും അതിനൊപ്പം തന്നെ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. മുകൾ ഭാഗത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് നമുക്ക് USB Type-C പോർട്ട്, പിന്നെ ഒരു USB 3.5mm ഓഡിയോ ജാക്ക്, സ്പീക്കർ യൂണിറ്റ് കാണാം. പിന്നെ ഇവിടെ സിം ട്രേ കാണാം, ഡ്യുവൽ സിം കാർഡ്, ഡ്യുവൽ 5G സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ്
ഫോം ഫാക്ടറാണ് കണ്ടില്ലേ, ഫ്ലാറ്റ് ഫോം ഫാക്ടർ, നല്ലൊരു ഇൻഹാൻഡ് ഫീലുണ്ട്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ബെസൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം മിനിമലാണ്, ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു ബെസൽസ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അവിടെ ഒരു പരാതിയൊന്നുമില്ല. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലൊന്ന് പോവാം. ഡിസ്പ്ലേനകത്ത് പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് ഇവിടെ കാണാം, സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, ഡൈനാമിക്, ഹൈ റിഫ്രഷ് റേറ്റ്. ഇപ്പോൾ ഞാൻ 90 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ, ഫുൾ HD ഇല്ല, എങ്കിലും 90 ഹെർട്സ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടച്ച് റെസ്പോൺസ് ആണ് എന്താ പറയുക വരുന്നത്. പിന്നെ കളേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കളേഴ്സും ഉണ്ട്. 90 ഹെർട്സ് ഉണ്ടാവുന്നത് തന്നെ കുറച്ച് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നും. ബഡ്ജറ്റ് സെഗ്മെൻറ്റ് അങ്ങനെ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. മൾട്ടിമീഡിയ കാണാനൊക്കെ അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് കംപ്ലയിൻസ് ഒന്നും തന്നെ പറയില്ല. നല്ലൊരു ടച്ച് റെസ്പോൺസ് ഉണ്ടല്ലോ, വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. നല്ല റെസ്പോൺസീവ് ഡിസ്പ്ലേ ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. കളേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മൂവീസൊക്കെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മൂവീസൊക്കെ കാണാൻ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ എന്ന് ഡെഫിനറ്റ്ലി പറയാം. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഇതിനകത്ത് വരുന്നത് ഒരു കസ്റ്റം UI ആണ്, പക്ഷേ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ വരുന്നിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ലാവേൻ്റെ വേർഷൻ കാണാം, ലാവ മോഡൽ. ഇതിനകത്ത് സോഫ്റ്റ്വെയറിന് ആൻഡ്രോയിഡ് 13 അവിടുത്തെ ബോക്സാണ് വരുന്നത്. ഒരു ചെറിയ കസ്റ്റം UI ആണെന്ന് പറയാം, പക്ഷേ നല്ലൊരു ലുക്സ് ഒക്കെ നല്ലതാണ് ആക്ച്വലി. UIൻ്റെ ഉണ്ടല്ലേ, നല്ലൊരു ലുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ കസ്റ്റമൈസേഷൻ, നല്ല പേഴ്സണലൈസേഷൻ ഓപ്ഷൻ ഉണ്ട്, ചാർജിങ് ആനിമേഷൻ ഉണ്ട്, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ടല്ലേ വാൾപേപ്പർ കസ്റ്റമൈസേഷൻ, ഡാർക്ക് തീം ഐക്കൺ ചെയ്യാനുള്ള ബേസിക് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ വരുന്ന അതേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ UIൻ്റെ ലുക്സ് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് ഫംഗ്ഷൻ, ആപ്പ് ക്ലോണ്, ഷോർട്ട് ആൻസർ, ആൻറ്റി ഫേക്ക് ടച്ച് മോഡ്, 3 ഫിംഗർ സ്ക്രീൻഷോട്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി സിസ്റ്റം എക്സ്പീരിയൻസ്, ഡ്യൂറാ സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗെയിം ബൂസ്റ്ററൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ്. പിന്നെ ഇതിനകത്ത് കണ്ടോ, ബ്ലോട്ട് വെയർസ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്ട്. കണ്ടില്ലേ, ഒരു ബ്ലോട്ട് വെയർ പോലും ഇല്ല. വളരെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ആകെ ലാവേൻ്റെ ഗൈഡും കെയറും മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധാരണ ബഡ്ജറ്റ് ഡിവൈസിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബ്ലോട്ട് വെയർസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സീനുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, നമുക്ക് വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 14ലേക്ക് ഒരു അപ്ഗ്രേഡും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ലാവേനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നല്ലൊരു സ്ട്രോങ് പോയിൻ്റാന്ന് പറയാം. കാരണം ഒരു ബ്ലോട്ട് വെയറും ഇല്ലാത്ത ഒരു UI ആണ്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെട്ടവർക്ക് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ, സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് UIനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഇനി പെർഫോമൻസിലേക്ക് പോകുമ്പോൾ Dimensity 6020 ചിപ്പാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നല്ലൊരു പ്രോസസ്സറാന്ന് പറയും. Dimensity 6020 നല്ലൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ചിപ്പ്, അറൗണ്ട് 3.5 to 4 lakhിൻ്റെ അടുത്താണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അപ്പോൾ നല്ലൊരു സ്കോറാണ് ഡെഫിനറ്റ്ലി പറയുക. 9999 നല്ല ഒരു എന്താ പ്രൈസിങ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയുന്നതിനകത്ത്. 4GB റാമും 6GB റാമും ഉണ്ട്, 120GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു പെർഫോമൻസ് ഉണ്ട്, സ്മൂത്ത്നെസ് ഉണ്ട്, ലാഗ് ഒന്നുമില്ല, ആപ്പ് സ്വിച്ചിങ് ആണെങ്കിൽ എല്ലാം തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. കണ്ടില്ലേ, നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്താൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. പിന്നെ ഹാപ്റ്റിക്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹാപ്റ്റിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഡ്യുവൽ 5G സപ്പോർട്ട് ഉണ്ട്, അപ്പോൾ അതും നല്ലതാണ്. പിന്നെ 4G LTE കാരിയർ അഗ്രിഗേഷൻ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലെല്ലാം തന്നെ എല്ലാ ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ 5G ഡിവൈസ് ബിലോ 10,000 rupees ആണ് ലാവ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നല്ല ഒരു എക്സ്പീരിയൻസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്ട്. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇതിനകത്ത് ഫേസ് അൺലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ അത് നമുക്ക് കൺവീനിയൻ്റ്ലി യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് സ്പീക്കേഴ്സും തരുന്നത്. ഇത് വേറെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് ഇതിനകത്തുള്ള റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്യുന്നത് പറഞ്ഞു, ഇവിടെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. അത് നോട്ടിഫിക്കേഷന്, ചാർജിങ്, അങ്ങനത്തെ ആനിമേഷൻസ് എല്ലാം ചെയ്യും. ഫോൺ കോൾ വരുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ്, അങ്ങനത്തെ എല്ലാത്തിനും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ അതിനകത്തൊരു ടൈം ഷെഡ്യൂൾ നമുക്ക് കൊടുക്കാം, എപ്പോൾ ആ റിംഗ് ലൈറ്റ് ഗ്ലോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സെറ്റിങ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിനകത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ സെറ്റിങ്സ് അതിനകത്ത് ജസ്റ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ റിംഗ് ലൈറ്റ് എന്നാണ്. അപ്പോൾ അവിടെ റിംഗ് ലൈറ്റിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം. റിംഗ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ടൈമിംഗ് സ്വിച്ച് ഉണ്ട്, ബ്രൈറ്റ്നസ്, ഓൾവേസ് ഓൺ വൈൽ ചാർജിങ്, ക്വിക്ക് ബ്ലിങ്ക് ഫോർ ഇൻകമിംഗ് കോൾസ്, സ്ലോ ബ്ലിങ്ക് ഫോർ നോട്ടിഫിക്കേഷൻ. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ അത് കോളാണ്, സ്ലോ ആയിട്ട് ഇതാണ് നോട്ടിഫിക്കേഷന്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഫോണൊന്ന് ചാർജിങ്ങിൽ ഇടുകയാണ്. അപ്പോൾ ചാർജിങ്ങിലേക്ക് കുത്തുകയാണ്.
അപ്പോൾ കണ്ടോ എനിക്ക് റിംഗ് ലൈറ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ റിംഗ് ലൈറ്റ്. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അതുണ്ടോ റിംഗ് ലൈറ്റ്. അപ്പോൾ ഞാനൊന്ന് ഡിസേബിൾ ചെയ്യണ്ട. റിംഗ് ലൈറ്റ് ഇപ്പം നിർത്തി. ഞാൻ ചാർജിങ്ങിൽ കുത്തുമ്പോൾ റിംഗ് ലൈറ്റ് വരും. അതേപോലെ നോട്ടിഫിക്കേഷനും ഫോൺ കോൾസിനും എല്ലാം തന്നെ ഈ റിംഗ് ലൈറ്റ് വരും. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. റിംഗ് ലൈറ്റ് നമുക്ക് കസ്റ്റമൈസും ചെയ്യാം. അതായത് ഏത് ടൈമിൽ വേണം എന്നുള്ളതും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ക്യാമറയിലൂടെ വരുമ്പോൾ ഒരു 50 മെഗാ പിക്സൽ AI ക്യാമറയാണ്, പിന്നെ ഒരു VGA ക്യാമറ ഉണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്കൊരു 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ക്യാമറ UI പോയി കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ഞാൻ എത്രയാണ് നോക്കട്ടെ. അവിടെ വീഡിയോ ക്വാളിറ്റി 1080p 2K അവൈലബിൾ ആണ്. അത് നല്ലൊരു ഫീച്ചറാണ്. 2K അവൈലബിൾ ആണ്. അതിനൊപ്പം തന്നെ ഗ്രിഡ് ലൈൻ, മൈക്രോഫോൺ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ നൈറ്റ് മോഡും ഉണ്ട്, ഫോട്ടോ മോഡ്, ഫിലിം മോഡ്, ഒരുപാട് ഫിലിംസ് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്, ബ്യൂട്ടി മോഡ്, പോർട്രേറ്റ് മോഡ്. നല്ലൊരു ക്യാമറ UI എന്നും കൂടി പറയാം. അതേപോലെ നമുക്ക് ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 10x ഡിജിറ്റൽ സൂം അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് UI എക്സ്പീരിയൻസ് പറയുക. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാൻ പോയി. ഇതെല്ലാം ലാവ ബ്ലേസ് 2 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 18 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അത് എനിക്കൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു ബാറ്ററി ലൈഫാണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ നല്ലൊരു 7 നാനോമീറ്റർ ചിപ്പാണ്, Dimensity 6020. അപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 18 വാട്ട് ചാർജിങ് ആണ് ഈ സെഗ്മെന്റിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 വാട്ട് ചാർജിങ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിനകത്ത് ഉണ്ട് എന്നുള്ളത് വേറൊരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതാണ് ലാവ ബ്ലേസ് 2 5Gൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ള നിലയ്ക്ക്, അതായത് 10000 രൂപ 9999 അതാണ് എൻ്റെ വില. ബേസ് വേരിയൻ്റെ വില 9999 രൂപയാണ്. ആ വിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു പാക്കേജ് എന്ന് പറയും. കാരണം ഗ്ലാസ് ഫിനിഷിംഗ് ഉണ്ട്, നല്ലൊരു പ്രീമിയം ബിൽഡാണ്. പിന്നെ റിംഗ് ലൈറ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ് ആണ് Dimensity 6020 തരുന്നത്. പിന്നെ 5000 mAh ബാറ്ററിന് അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു 5G ഡിവൈസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒരു ഓപ്ഷനാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു പ്രോമിസും ലാവ ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.